ഏകീകൃത കുർബാന ക്രമരീതി ചില ആളുകൾക്ക് സ്വീകാര്യമല്ലാതെ വന്നപ്പോൾ അവരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു സമിതി ഇവിടെയുള്ള വൈദികരുമായും വിശ്വാസികളുമായും സംസാരിച്ച് ഒരു സമവായം ഉണ്ടാക്കി. സഭയിൽ ഒരു സമവായം ഉണ്ടാക്കിയപ്പോൾ യഥാർത്ഥത്തിൽ ഈ സമിതി ആരെയാണ് വഞ്ചിച്ചത്? ഇവിടെ കുർബാന ക്രമം ജൂലൈ 3 നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട മാർപ്പാപ്പയാണ് ഈ മെത്രാൻ സിനഡ് വഞ്ചിച്ചത്. ഇനി ആർക്കാണ് ഇവിടുത്തെ കുർബാന ക്രമം സ്വീകാര്യമല്ലാത്തവരെന്ന് നോക്കാം. ആലഞ്ചേരി പിതാവിന്റെയും പൗരസ്ത്യ തിരുസംഘത്തിന്റെയും തലവനായ സിറിൽ വാസൽ പിതാവിന്റെയും കോലം കത്തിച്ചവർ. അവരാണ് സമവായത്തിൽ ഒപ്പിട്ടവർ. സീറോ മലബാർ സഭയെ തന്നെ നശിപ്പിച്ച മാർപ്പാപ്പയുടെ പ്രതിനിധി എറണാകുളത്ത് വന്നപ്പോൾ ചീത്ത വിളിച്ച് കുപ്പിക്കെറിഞ്ഞ അൽമായ മുന്നേറ്റക്കാർ, അതാണ് സീറോ മലബാർ നേതൃത്വത്തിന് വിശ്വാസികൾ. ഇവരെ വിശ്വാസികളായി പരിഗണിക്കുന്നവർ മാർപ്പാപ്പയുടെ പ്രതിനിധിയെ കുപ്പിക്കെറിഞ്ഞവരും ആൻഡ്രോസ് പിതാവിനെ ദേഹോപദ്രവം ചെയ്തവരും പിതാക്കന്മാരുടെ കോലം കത്തിച്ചവരും മാർപ്പാപ്പയുടെ പോലും സർക്കുലർ കത്തിച്ച് കളയുകയും ചെയ്തവരാണ്. സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിന് മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിന്, ചാൻസലർ കാവൽ പുരയിടത്തിന്, സീറോ മലബാർ സഭയിലെ സിനഡ് അംഗങ്ങൾക്ക്, ഇവർക്കെല്ലാം വിശ്വാസികൾ എന്ന് പറയുന്നത് ഈ വൃത്തികെട്ട സംഘമാണ്. അല്ലാതെ സഭയെ അനുസരിച്ച് സഭയുടെ കുർബാനയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരും അപേക്ഷകൾ തന്നവരും അതിനുവേണ്ടി പോരാട്ടം നടത്തുന്നവരൊന്നും സഭാ നേതൃത്വത്തിന് വിശ്വാസികളെയല്ല. അപ്പോൾ ഇവർക്ക് സ്വീകാര്യമല്ലാത്തതുകൊണ്ട് സമവായം ഉണ്ടാക്കി. വിമതർക്ക് സ്വീകാര്യമല്ലാത്ത കുർബാന ആയതുകൊണ്ട് അതിൽ സമവായം ഉണ്ടാക്കി. അപ്പോൾ സഭയോട് വിഘടിച്ചു നിൽക്കുന്ന ആരുമായും സമവായം ഉണ്ടാക്കുമോ സഭാ നേതൃത്വം?